നാം കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനം അതിനെ നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഇന്നത്തെ ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി സഭയുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. ആദ്യമായി ഷേർലിയും പിന്നെ രാജു ബ്രദറും കുടുംബവും പ്രാർത്ഥിക്കുന്നതായി. ഒരു രാത്രി പഠിക്കുവാനായിട്ട് അത്രപാദത്തിലേക്ക് അടുത്ത് വരുവാൻ ദൈവത്തിക്കാൻ രാത്രി കാലം സ്ക്രീനില്ലേ സാഹിത്യങ്ങളുടെ മേലെ സഭയായ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലത്ത് ദൈവ സഹായിക്കണമേ. ദൈവ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദാസനെ കുടുംബമായ ദൈവം പരിപാലിക്കണമേ കർത്താവേ. തിരുവെന്ന് പറഞ്ഞു തരുവാൻ വേണ്ടേറെ ഞാനും ദൈവകൃപയും അങ്ങയുടെ മകന്റെ മേലും ദൈവം പകരണമേ. കുടുംബമായ പട്ടണത്തോളം സ്വന്തം രണ്ടുപേരെയും ബലപ്പെടുത്തണമേ. ആത്മീയമായ ശാരീരികമായ മാനസികമായ ദൈവരെ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വാത്സല്യ പൈതങ്ങൾ കടന്നുപോയ ക്ഷേമത്തോടെ അവരായി രാജ്യത്ത് എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്തതിനായി ഞാൻ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളുടെ യാത്രയിലൊക്കെ സ്ഥാനത്തെ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്താൽ പൈതങ്ങൾ പരിപാലിക്കപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് അവകാശം പ്രാർത്ഥനാ വിഷയങ്ങളുടെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തക്ക സമയത്ത് ഓരോ വിഷയങ്ങളുടെ മേലും ദൈവിക വിടുതൽ കാണുവാനിടയാകണം. പ്രത്യേകാലം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ മകന്റെ മേൽ പൂർണ്ണമായ സൗഖ്യവും വിടുതലും ദാനം ചെയ്യണമേ. ദിവസം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികാരം വിടുതലിനായി സൗഖ്യത്തിനായി അങ്ങയുടെ ദാസന്റെ മേൽ നീട്ടുന്നത് കാണുവാൻ സൗഖ്യത്തോടെ ബലത്തോടെ ഭവനത്തിൽ കടന്നുപോയെന്ന് കേൾപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ തന്നെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. പനിയാലെ ശ്വസിച്ചാലൊക്കെ ഭാരപ്പെടുന്നല്ലോ. പൂർണ്ണമായ സൗഖ്യം അങ്ങയുടെ ദാസനും ദൈവം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കർത്താവേ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അവരെ ദൈവ സൗഖ്യമാക്കണം. ദൈവസേനയിൽ കർത്താവേ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിലേക്ക് വിടുതൽ കണ്ട് സന്തോഷിപ്പാനിടയാകണം കർത്താവേ. സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, ആവശ്യങ്ങളിരിക്കുന്നവരുണ്ട് കർത്താവേ. ജോലിക്ക് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി തക്ക സമയത്ത് പട്ടണത്തിൽ നന്മകളുടെ ദൈവം എല്ലാവരെയും മാനിക്കണം. ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. അവർക്ക് പഠിക്കുവാനുള്ള വിശേഷം ജ്ഞാനവും ദൈവകൃപയും കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്വോത്രം. അവർ മടങ്ങി നിന്ന് കാണുമ്പോഴും തിരുച്ചെറുകന്റെ മറവിൽ അവരെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രാത്രി കാല സമയം അടയങ്ങൾ അങ്ങയുടെ പാദപുരത്തിലായിരിക്കട്ടെ കർത്താവേ. തിരുവനന്തപുരം ഭാഗത്തെ സമർപ്പിക്കുവാൻ ഏറെ പ്രത്യാശയോടെ ദൈവത്തിന്റെ പാദപുരത്തിലായിരിക്കാൻ ദൈവം സഹായിക്കണമേ. പാർക്കുവാൻ ജീവിത വിശുദ്ധിയോടെ മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ രക്തത്താലും അങ്ങയുടെ വചനത്താലും ആത്മാവിനാലും ഓരോ ദിവസവും കഴിവൽ പ്രാപിച്ചുകൊണ്ട് കർത്താവേ. ഹല്ലേലൂയ. ദൈവിക നിറവടയുടെ മേൽ പ്രാപിച്ചു കർത്താവേ. ദൈവിക പരിജ്ഞാനത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. അതിനായി കാലത്തിന് കരങ്ങളെ ഒരു പ്രാവശ്യവും കൂടെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഭയത്തോടെ ഭക്തിയോടെ ദൈവം സഹായിക്കണം. സകല വിഷയങ്ങളെ അപ്പത്തിന്റെ പൊന്നുപാദത്തിലേക്ക്
ബൈബിൾ ക്ലാസ് എടുക്കുന്ന ദിവസമായിട്ട് പ്രാർത്ഥനയിൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനോ അത് ഓർമ്മയിലേക്ക് ദിവസമായിട്ടുള്ള പ്രാർത്ഥന ചെയ്യുന്നില്ല. അതൊക്കെ പ്രാർത്ഥിക്കുന്ന ഈ ചർച്ചിലുള്ള ആവശ്യം അതിന് അറിയാനുള്ള ദൈവം അതിലേക്ക് കണ്ണുകൾ കേൾപ്പിച്ചതും ദൈവം അതിനകത്ത് നല്ല രീതിയിൽ നടത്തുന്ന പ്രാർത്ഥന നമ്മുടെ ചർച്ചിൽ ഹോൾസ്പിറ്റലിനെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരെ ഇന്നത്തെ മീറ്റിംഗ് നല്ലൊരു മീറ്റിംഗ് ആണ്. നല്ല കർത്താവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഒരു വട്ടമുണി സഭയായി ഞങ്ങൾക്ക് സൂമിനോട് ഒരുമിച്ച് കാണുവാൻ, ഒരുമിച്ച് കൂടുവാൻ ഒരവസരം കൂടി ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയല്ലോ. അതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണപ്പാ. സൂമിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വട്ടം ഞങ്ങൾ അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ ഡ്യൂട്ടിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും അവരും അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന രോഗിയായി ഭയപ്പെടുന്ന ഞങ്ങളുടെ പുളച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ദൈവം അവിടുന്ന് പ്രദാനം ചെയ്യുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കാനഡയുടെ ദേശത്തേക്ക് കടന്നു പോയിട്ടുള്ള ഞങ്ങളുടെ ജോബി സൗനെയും കുടുംബത്തെയും കർത്താവ് ക്ഷേമത്തോടെ അവിടെ എത്തിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിജ്ഞാനം, ഓർമ്മശക്തി കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന വിവിധ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഭാവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറുപടികൾ കണ്ട് സന്തോഷിപ്പാൻ
സ്വർഗം സഹായിക്കണമേ. ജോലി മണ്ഡലത്തിന് വേണ്ടി കർത്താവെ, പുതിയ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികളും കർത്താവെ, പുതിയ ജോലികളും കൊടുത്ത് കർത്താവെ ദിവസങ്ങളിൽ അവരെ മാനിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. സഭയെ മുഖ്യമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സ്നേഹത്തോടും ഐക്യത്തോടും ദൈവസഭ മുന്നേറുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന സഭയോടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ കർത്താവ് സഹായിക്കണമേ. അഭിഷേകത്താൽ എല്ലാവരും നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപാവരങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവസഭയായി തീരുവാൻ കർത്താവ് സഹായിക്കും. അതിനുവേണ്ടി സഭാവിശ്വാസികളെ കർത്താവ് അവിടുന്ന് ഒരുക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പുതിയ ആത്മാക്കളെ കൂട്ടിവരത്തിനുമേ. നാട്ടിലായിരിക്കുന്ന സഭാവിശ്വാസികൾ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരുപോലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് അവകാശമായി തന്ന കർത്താവിന്റെ ദാസന്മാരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പട്ടണത്തിൽ ദൈവമാരെ നിലനിർത്തി ക്ഷേമത്തോടെ പരിപാലിക്കുമാറാകണമേ. ദാസിമാരെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവന്മാർക്ക് കൊടുത്ത മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ. വചനവുമായി കർത്താവെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസൻ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ആത്മജ്ഞാനത്തോട് ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ഉയരത്തിലെ ശക്തിയും ദൈവത്തിന്റെ കൃപയും അവിടുന്ന് പകരുന്ന ഭൂമിയിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഉള്ളങ്ങൾ വിവേചിച്ച് കർത്താവെ സംസാരിപ്പാൻ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആദ്യോടൊന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും സകലതും ഭരിച്ചു നടത്തുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലായിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലമാനും അവർക്ക് ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അവിടെവിടങ്ങളിലായി പരിപാലിക്കുന്ന വലിയ ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അറിയുന്നത് പോലെ ഇന്നലെ രാത്രിയിൽ ഇന്ന് ഏർലി മോർണിംഗിൽ ജോബിയും നിസിയും കുഞ്ഞുങ്ങളും കാനഡയിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടിടയായി. പ്രൈസ് ലോർഡ്. വൈകിട്ട് 6:30 ആയപ്പോൾ അവരവിടെ ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഭവനത്തിൽ എത്തിയെന്ന് കരുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വത്സമ്മയുടെ സഹോദരൻ റജി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിപൂർണമായ സൗഖ്യവും ആശ്വാസവും ദൈവം വീണ്ടും പ്രദാനം ചെയ്യേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആ വിഷയത്തിലും ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലുള്ളതായ കൂട്ടായ്മയാണ് നമ്മെ നിലനിർത്തുന്നത്. പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലേക്ക് നമുക്ക് വീണ്ടും അടുത്ത് ചെല്ലുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളതായ സംരംഭമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ഒരുക്കപ്പെടുന്നതായ വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയത് കൊണ്ടാണ് ഒരു വീണ്ടെടുപ്പിന്റെ ആവശ്യം കടന്നു വന്നത്. ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി ദൈവം ഹൃദയത്തിൽ നിർണയിച്ചത് പടിപടിയായി മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തപ്പെടുന്ന സംഭവങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ കഴിയുന്നത്. അതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം വേർതിരിക്കുന്നതായ ഒരു വ്യക്തികൾ കൂടെ ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ അനന്തരാവകാശികളെ യഹോവയായ ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന, വിശ്വാസത്തിൽ ഉറപ്പിച്ച് അതിൽ വ്യക്തികളെ എല്ലാവരെയും, ആ കുടുംബത്തിലുള്ളതായ വ്യക്തികളെ എല്ലാവരെയും ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവിക വീണ്ടെടുപ്പിന്റെ പദ്ധതി, ദൈവത്തിന്റെ
വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഒരുക്കുന്ന ദൈവിക പ്രവൃത്തികളെയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിന്റെ കുടുംബത്തെ, അബ്രഹാമിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ദൈവത്തെ അനുസരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് അബ്രഹാമിനെ കൊണ്ടുവന്നു. അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിനെയും ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്കയെയും ആ പദ്ധതിക്ക് വേണ്ടി അടുത്ത തലമുറയായിട്ട് ഒരുക്കപ്പെടുന്നു. ആ ഇസഹാക്ക് തന്റെ ജീവിതത്തിൽ വന്നതായ ചില പാളിച്ചകൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായി. ഇസഹാക്ക് തന്റെ മക്കളായ യാക്കോബിനോടും ഏശാവിനോടും എങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുകൂലമായി ഇടപെടുന്നത് എന്ന് നാം ചിന്തിച്ചു. ഇസഹാക്ക് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നിൽക്കാതെ തന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുവാനായിട്ട് ശ്രമിച്ചു. എങ്കിലും ദൈവത്തിന്റെ നിത്യമായ പ്ലാൻ അതല്ലായിരുന്നത് കൊണ്ട് ഇസഹാക്കിന്റെ വ്യക്തിപരമായ പ്ലാനിൽ നിന്ന്, വ്യക്തിപരമായ ഇഷ്ടത്തിൽ നിന്ന് ഇസഹാക്കിനെ തടഞ്ഞുകൊണ്ട് യാക്കോബിനെ അതിനുവേണ്ടി ഒരുക്കുന്ന അനുഭവം നാം കാണുവാനായിട്ടിടയായി. ഇസഹാക്ക് ദൈവത്തിന്റെ പദ്ധതി തന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാനായിട്ട് ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഏശാവിനെ അനുഗ്രഹിപ്പാനായിട്ട് ഇസഹാക്ക് തീരുമാനിച്ചത്. പക്ഷേ ദൈവം ഇടപെട്ട് ഇസഹാക്കിൽ കൂടെ ഏശാവിന് നൽകുവാനിരുന്നതായ അനുഗ്രഹം യാക്കോബിന്റെ മേൽ ദൈവമാക്കി തീർക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിപ്പാനായിട്ടിടയായി. അതോടുള്ള ബന്ധത്തിൽ ഇസഹാക്ക് യാക്കോബിനും ഏശാവിനും നൽകുന്നതായ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അതോടുള്ള ബന്ധത്തിൽ ഞാൻ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പറയാമെന്ന് പറഞ്ഞത്. അതിലൊന്ന് ഇസഹാക്ക് യാക്കോബിന് നൽകിയ അനുഗ്രഹത്തിന്റെ വിശദീകരണമാണ്. അത് നാം കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കുവാനായിട്ടിടയായി. ഇനി അടുത്തത് ഇസഹാക്ക് ഏശാവിന് നൽകിയ അനുഗ്രഹമാണ്. ഇസഹാക്ക് ഏശാവിന് നൽകിയതായ അനുഗ്രഹത്തെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 37 38 39 വാക്യങ്ങളിൽ ഇസഹാക്ക് ഏശാവിനോട് ഇടപെടുന്നതായ വിഷയം നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 37 വാക്യം. ഇസഹാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവന്റെ സഹോദരന്മാരെ ഒക്കെയും അവന്റെ ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു എന്ന് അറിഞ്ഞതായ ഏശാവ് ഇസഹാക്കിന്റെ മുമ്പിൽ വന്ന് നിലവിളിക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കണം. ഇസഹാക്ക് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്റെ സഹോദരനായ യാക്കോബിനെ അനുഗ്രഹിച്ചു പോയി, ഇനി എനിക്ക് തരുവാനായിട്ട് അനുഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോ ഏശാവ് എനിക്കും കൂടെ അപ്പ അനുഗ്രഹം തരണമേ എന്ന് ഒരു വലിയ സങ്കടത്തോടുകൂടെ നിലവിളിക്കുന്നതായ നിലവിളി നമുക്ക് അവിടെ വായിപ്പാനായിട്ട് കഴിയും. ഇസഹാക്ക് ഏശാവിനോട് പറഞ്ഞത്, and Isaac answered and said unto Esau, behold, I have made him thy law, and all his brethren have I given to him for servants, and with corn and wine have I sustained him. And what shall I do now unto thee, my son? അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഞാൻ അവനെ നിനക്ക് യജമാനനാക്കി തീർത്തു. അവന്റെ സഹോദരന്മാരെ ഒക്കെയും അവന് ദാസന്മാരാക്കി എന്ന് പറഞ്ഞാൽ ഏശാവിനെ യാക്കോബിന് ദാസനാക്കി വെച്ചു. അവന് ഭൗതികമായ സകല അനുഗ്രഹങ്ങളും ധാന്യവും വീഞ്ഞും കൊടുത്തു.
എനിക്ക് കൊടുക്കുവാൻ കഴിയുന്നത് മൊത്തം ഞാൻ നിന്റെ സഹോദരനായ യാക്കോബിന് കൊടുത്തുപോയി. ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ടു മകനെ എന്ന് ഇസഹാക്ക് ഏശാവിനോട് പറയുകയാണ്. ഏശാവ് പിതാവിനോട് അതിന് 38-ാമത്തെ വാക്യം, പിതാവിനോട് നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ എന്ന് പറഞ്ഞു. And Esau said unto his father, hast thou but one blessing, my father? Bless me, even me also, O my father. And Esau lifted up his voice and wept. അപ്പ എന്ന് പറഞ്ഞ പൊട്ടിക്കരയുകയാണ്. പക്ഷേ ഇസഹാക്ക് കൈമലർത്തുവാനിടയായി. 27-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ ഇസഹാക്ക് പറയുന്നത്, എന്നാലേ അവനെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് പൊടുതി കളയും. വേദപുസ്തകമുള്ളവർ ആ ഭാഗങ്ങളിലൊന്ന് തുറന്ന് നോക്കണമേ, നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ടിടയാകും. 27-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ, and Isaac his father answered and said unto him, behold, thy dwelling shall be the fatness of the earth and the dew of heaven from above, and by this way shalt thou live, and shalt serve thy brother. And it shall come to pass, when thou shalt have the dominion, that thou shalt break his yoke from off thy neck. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവനം കഴിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഇത് ഇസഹാക്ക് യാക്കോബിന് നൽകിയതായ ഒരു അനുഗ്രഹവും കൂടിയാണ്. 40-ാമത്തെ വാക്യം എന്താണ്? 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കും. ഭൂമി നിനക്ക് ഫലം തരികയില്ല. ആകാശത്തു നിന്ന്, ദൈവത്തിങ്കൽ നിന്ന് നിനക്ക് നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്? യാക്കോബിന്റെ കെട്ട്, അല്ലെങ്കിൽ നിന്റെ സഹോദരൻ മുഖാന്തരമുള്ളതായ കെട്ട്, നീ അത് അഴിഞ്ഞു പോകുന്നിടം വരെ നീ ആ ബന്ധനത്തിലായിരിക്കും, ഈ കണ്ടീഷനിലായിരിക്കും. പക്ഷേ നീ എന്നാണോ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയുന്നത്, അന്ന് നിനക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഏശാവിനെ കുറിച്ച് നാം ഫർദർ ചിന്തിക്കുമ്പോ ഒരിക്കലും ആ ഒരു വിടുതലിലേക്ക് ഏശാവിന്റെ വംശപരമ്പരകളോ വന്നിട്ടില്ല എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇനിയുമുള്ളതായ കാലങ്ങളിലും, അതായത് കർത്താവിന്റെ പരസ്യ വരവെങ്കിൽ ഏദോമിനോട് ചെയ്യുന്നതായ അക്ഷരീകമായ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിലും ആ കെട്ട് കുടഞ്ഞു കളയുകയല്ല, ഏദോം അല്ലെങ്കിൽ ഏശാവ് നശിപ്പിക്കപ്പെടുമെന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിപ്പാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നാം ഒരു സ്റ്റെപ്പ് വെക്കുമ്പോ അത് ദൈവത്തിന്റെ ഹിതമാണ് എന്നറിഞ്ഞിരിക്കണം. When we take a particular step, we should make sure it is the will of God. ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് നാം ഒരു സ്റ്റെപ്പ് വെക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് ഇസഹാക്ക് അകന്നുപോയി. ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിൽ നിന്ന് ഏശാവ് വെളിയിൽ പോയി. ദൈവത്തിന്റെ പദ്ധതി താൽക്കാലികമായി യാക്കോബിൽ നിർവഹിക്കുവാൻ കഴിയാതെ വണ്ണം ഒരുപക്ഷെ യാക്കോബ് പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്? ഒരുപക്ഷെ ദൈവത്തിന്റെ പദ്ധതി ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുവാനിടയുണ്ട്, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് നാം മാറിപ്പോയാൽ. 2, ദൈവത്തിന്റെ ഹിതം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുവാനായിട്ടിടയുണ്ട്. എപ്പോഴാണ് നാം ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ഓടി ഒളിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഇടയാകാതെ വന്നാൽ, ദൈവ പൈതലായിരിക്കുന്നതായ നമ്മെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം,
യേശു ക്രിസ്തു നമുക്ക് ഉദാഹരണമായി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഉദാഹരണമായി യേശു ക്രിസ്തു കാണിച്ചു തന്നതായ കാര്യം? 3 കാര്യങ്ങൾ നാം അതേക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ശുശ്രൂഷയുടെ അന്ത്യസമയം തൻ കർത്താവിന്റെ മേശ സ്ഥാപിച്ച അനന്തരം ശിഷ്യന്മാരുമായി ഗദസമനത്തോട്ടത്തിലേക്ക് കടന്നു പോകുന്നതായ സന്ദർഭം നമ്മുടെ ചിന്തയിൽ ഒന്ന് വരണം. ശിഷ്യന്മാരുമായി ഗദസമനത്തോട്ടത്തിലേക്ക് കടന്നുപോയിട്ട് കർത്താവ് ശിഷ്യന്മാരെ കുറച്ചുപേരെ ഗദസമനത്തോട്ടത്തിന്റെ വാതിൽക്കൽ ഇരുത്തിയിട്ട് 3 ശിഷ്യന്മാരെ ഗദസമനത്തോട്ടത്തിനകത്തേക്ക് കർത്താവിനോടുകൂടെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അത് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി ദൈവപിതാവിന്റെ മുമ്പാകെ കവിണ്ണു വീണു. എന്നിട്ട് പിതാവിനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിക്കുകയാ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ അതെന്റെ മേൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഗദസമനത്തോട്ടത്തിൽ പിതാവിന്റെ ഹിതത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു പുത്രൻ തമ്പുരാനാണ് നമ്മുടെ മാതൃകയായി നമ്മുടെ മുമ്പിൽ. പഴയ നിയമ പിതാക്കന്മാർ വീണ്ടെടുപ്പിന് വേണ്ടി അവരെ ദൈവം ഒരുക്കിയെങ്കിലും, അവരെ ദൈവം കണ്ടു എങ്കിലും, തിരഞ്ഞെടുത്തു എങ്കിലും, ആ പദ്ധതിക്ക് കീഴിലേക്ക് അവരെ കൊണ്ടുവന്നു എങ്കിലും ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ നിന്ന് അവർ അകന്നു പോകുന്നതായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുമെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ദൈവിക വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ ദൈവത്തിന്റെ കുഞ്ഞാടായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുവാൻ, തന്റെ പ്രാണൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സന്നദ്ധനായിക്കൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മുമ്പാകെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിന്റെ മുമ്പാകെ ദൈവഹിതത്തിന്റെ പൂർണ്ണതയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവ മുമ്പാകെ പരിപൂർണമായി സമർപ്പിച്ചു കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ മുമ്പാകെ പരിപൂർണമായി സമർപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് താൻ ദൈവഹിതത്തിനായിട്ടാണ് വന്നു എന്ന് 2 കൂട്ടരോട് വളരെ വ്യക്തമായി പറയുവാനായിട്ടിടയായി. അത് ഏതാണ് ആ 2 കൂട്ടർ? ഒന്ന്, കർത്താവ് താൻ വിളിച്ച് വേർതിരിച്ച് തന്റെ ഇഷ്ടത്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ ശിഷ്യന്മാർക്ക് കർത്താവ് നേരിട്ട് ആ കാര്യം പറയുവാനായിട്ടിടയായി. രണ്ടാമത്, പ്രൈസ് ദി ലോർഡ്, യഹൂദന്മാരിൽ നിന്ന് അകന്ന, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ജെൻഡയിൽസ് അഥവാ ജാതികളോട് കർത്താവായ ദൈവം തന്റെ ഹിതം പരിപൂർണമായി ദൈവഹിതത്തിന് വേണ്ടിയാണ് താൻ വന്നത് എന്ന് പറയുന്നതായ 2 സന്ദർഭങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം കൊണ്ട് കർത്താവ് ദൈവഹിതത്തിനായി സമർപ്പിച്ചതല്ല. താൻ തന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്തും ശുശ്രൂഷ ഏതാണ്ട് അവസാനിക്കുവാൻ പോകുന്നതായ സമയത്തും 2 കൂട്ടരോട് താൻ ദൈവഹിതം നിവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ്, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ് താൻ ഭൂമിയിൽ വന്നത് എന്ന് പറയുവാനിടയായി. ശുശ്രൂഷയുടെ ആദ്യകാലത്ത് തന്നെ അത് ശിഷ്യന്മാരോട് പറയുന്നതായ ഭാഗം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിലെ പ്രതിപാദന വിഷയം നമുക്കറിയാം. കർത്താവ് യെരുശലേമിൽ നിന്ന് ശമരിയ വഴി ഗലീലയിലേക്ക് പോകുന്നതായ സമയം, നട്ടുച്ച സമയത്ത് സുക്കാർ എന്നതായ ഗ്രാമത്തിൽ യാക്കോബിന്റെ കിണറിന്റെ അടുക്കൽ കർത്താവ് ഇരിക്കുമ്പോൾ, അഥവാ വിശ്രമിക്കുമ്പോൾ, ശമരിയക്കാരി സ്ത്രീ അവിടെ വെള്ളം കോരുവാനായിട്ട് വരികയാണ്. ആ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവിന്റെ സംഭാഷണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സംഭാഷണത്തിന്റെ ഒടുവിൽ ആ പട്ടണം മുഴുവനും, ശമരിയ പട്ടണം മുഴുവനും കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഭക്ഷണം കൊള്ളുവാനായിട്ട് പട്ടണത്തിലേക്ക് പോയതായ ശിഷ്യന്മാർ മടങ്ങി വരുമ്പോ കർത്താവിനോട് സംഭാഷിക്കുന്നതായ വേളയിൽ കർത്താവ് പറഞ്ഞതായ
ഒരു ഭാഗം വളരെ ചിന്തനീയമാണ്. ആ ഭാഗമാണ് താൻ ദൈവഹിതത്തിനായിട്ട് വന്നു എന്ന് ശിഷ്യന്മാരോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതായ ആദ്യ ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. Jesus said unto them, my meat is to do the will of him that sent me and to finish his work. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവന്റെ പ്രവൃത്തി? എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുക, എല്ലാവരെയും ആ വീണ്ടെടുപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതായ വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ കീഴിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം. ആ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ആ ഇഷ്ടം നിവർത്തിക്കുന്നതാണ് എന്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ അത് ശിഷ്യന്മാരോട് കർത്താവായ ദൈവം അത് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷയുടെ ഏതാണ്ട് ഒടുവിലേക്ക് വരുമ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ ചില യവനന്മാർ എന്ത് ചെയ്യുകയാണ്? യേശുവിനെ കാണാനായിട്ട് വരികയാണ്. യവനന്മാരുടെ പ്രത്യേകത നമുക്കറിയാം. യവനന്മാർ അടയാളം അന്വേഷിക്കുന്ന ജ്ഞാനം അന്വേഷിക്കുന്ന കൂട്ടരാണ് യവനന്മാർ. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുമ്പോ യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോ ആ സമയത്ത് യവനായ സാമ്രാജ്യത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. അവരെ നയിക്കുവാനോ അവരെ നേരായ രീതിയിൽ ഭരിക്കുവാനോ ഭരണാധികാരികളില്ലാതെ വല്ലാതെ ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കുന്നതായ സമയത്താണ് ഈ ജെന്റൈൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ഗ്രീക്കുകാരെന്ത് ചെയ്യുന്നത്? യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതും പക്ഷപാതക്കാരെ എഴുന്നേൽപ്പിക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അങ്ങനെ മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തതായ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും മാത്രമല്ല സ്വർഗീയ വചനത്താൽ യെരൂശലേം മുഴുവനും പോഷിപ്പിക്കപ്പെടുന്നതും അവർ കേൾക്കുവാനായിട്ടിടയായി. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് രാജാവായി കിട്ടിയാൽ എത്ര ശ്രേഷ്ഠമായിരിക്കും. ജ്ഞാനത്തിന്റെ വചനമുണ്ട്. ഏത് പരിജ്ഞാനിയെയും ലജ്ജിപ്പിക്കത്തക്ക പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞതായ ശ്രേഷ്ഠനായ ഗുരുവാണ് ഈ യേശു എന്ന് പറയുന്നതായ വ്യക്തി. മാത്രമല്ല ഇദ്ദേഹം ഭരണാധികാരിയായി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ യാതൊന്നുകൊണ്ടും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സമൃദ്ധമായ ഭക്ഷണവും ശ്രേഷ്ഠമായ ആരോഗ്യസ്ഥിതിയും നേത്രമായ രാഷ്ട്രീയ പശ്ചാത്തലവും ഒരുക്കപ്പെടും എന്ന് കണ്ടതായ ഈ യവനക്കാരുടെ പ്രമാണികൾ കർത്താവിനെ കണ്ട് കർത്താവിനെ രാജാവാക്കണം എന്നുള്ളതായ ഉദ്ദേശത്തോടെ കടന്നു വരികയാണ്. അപ്പൊ കർത്താവ് അവരെ കണ്ടപ്പോ തന്നെ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഇവിടെ രാജാവായി വാഴുവാൻ വന്നതല്ല. എന്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല എന്നുള്ള കാര്യം പിന്നത്തേതിൽ പിലാത്തോസിനെ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ കർത്താവ് വന്നത് ഈ ലോകത്തിൽ ഒരു രാജ്യം ഭരിക്കുവാനോ ഒരു കൂട്ടരുടെ രാജാവായിരിക്കാനോ അല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് എന്തിനാണ്? മാനവജാതിയുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. Verily, verily, I say unto you, except a corn of wheat fall into the ground and die, it abides alone, and if it die, it bringeth forth much fruit. അപ്പോ കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. Praise the Lord. I am the
corn of wheat which came from heaven. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ ഗോതമ്പ് മണിയാണ്. ഗോതമ്പ് മണി എന്ത് ചെയ്യണം? അത് നിലത്ത് വീഴണം. നിലത്ത് വീണ് അത് ചാകണം. പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് വിതയ്ക്കുന്ന അല്ലെങ്കിൽ ധാന്യം വിതയ്ക്കുമ്പോൾ നമുക്കറിയാം, ധാന്യം വിതയ്ക്കുമ്പോ ധാന്യം മണ്ണിൽ വീഴുന്നതായ ധാന്യം എന്ത് ചെയ്യും? മണ്ണിലടിയിലേക്ക് പോയിട്ട് അത് പൊട്ടി അതിൽ നിന്ന് മുള പുറപ്പെട്ടു വരും. ആ മുള വളർന്ന് അത് സസ്യമായി തീർന്ന് ആ സസ്യത്തിൽ നിന്ന് അനേക ധാന്യമണികൾ ഉണ്ടാകും. അപ്പോ ആദ്യം മണ്ണിലിടുന്നതായ ആ ധാന്യം ആ മണ്ണിൽ വെച്ച് തകർക്കപ്പെടുന്നില്ലെങ്കിൽ, ആ മണ്ണിൽ അത് ചാകുന്നില്ല എങ്കിൽ അതിൽ നിന്നൊരു പുതിയ സസ്യം, ഒരു പുതിയ മുള വരികയില്ല. പുതിയ മുള വരാതിരുന്നാൽ പുതിയൊരു സസ്യം വരികയില്ല. ആ സസ്യത്തിൽ നിന്ന് കതിരുകൾ ഉണ്ടാകുകയില്ല. ഗോതമ്പ് മണികൾ അല്ലെങ്കിൽ ധാന്യമണികൾ ഫർദർ അതിനകത്തുനിന്ന് ഉണ്ടാകുകയില്ല. അപ്പോ അനേക ധാന്യമണികൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ധാന്യമണി അത് നിലത്ത് വീണ് ചാകണം, അല്ലെങ്കിൽ നിലത്ത് വീണ് പൊട്ടി തകരണം. പ്രൈസ് കർത്താവ് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഗോതമ്പ് മണിയാണ്. ഞാൻ എന്തിനായിട്ടാണ് വന്നത്? ഈ നിലത്ത് വീണ് ചാകാനായിട്ടാണ് വന്നത്. എന്തിനാ ഞാൻ ചാകുന്നത്? ഞാൻ മരിച്ചു എങ്കിൽ മാത്രമേ എന്നിൽ നിന്നുള്ളതായ ജീവൻ മറ്റു പലരിലേക്കും വ്യാപരിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധമായ ജീവൻ നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്തിനാണ്? കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ വന്നത് ജീവൻ നൽകുവാനും അനേകർക്കത് സമൃദ്ധിയായി നൽകുവാനും ധാരാളമായി നൽകുവാനും നിലനിൽക്കുന്നതായ തരത്തിൽ ആ ജീവൻ നൽകാനാണ് ഞാൻ വന്നത് എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്തോത്രം. പിതാവായ ദൈവം എന്നെ എന്തിനയച്ചുവോ അതാണ് നിവർത്തിക്കുവാനായിട്ട് ഞാൻ കടന്നു വന്നത് എന്ന് പറഞ്ഞ് കർത്താവ് യവനക്കാരെ മടക്കി അയക്കുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ യേശു ക്രിസ്തു പിതാവിന്റെ ഹിതത്തിന് എതിരായി ഒരു ചിന്തയാകട്ടെ, ഒരു വാക്കാകട്ടെ, ഒരു പ്രവൃത്തിയാകട്ടെ പറഞ്ഞില്ല. പക്ഷേ പഴയ നിയമ പിതാക്കന്മാർ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ് തങ്ങളെ വിളിച്ചതെന്നിരിക്കെ ദൈവത്തിന്റെ പ്രത്യക്ഷത അവർക്കുണ്ടായിട്ടും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നിൽക്കുവാൻ പലപ്പോഴും ഒരു പരാജയപ്പെടുന്ന സ്ഥാനത്ത് നമ്മുടെ കർത്താവിന്റെ പൂർണ്ണമായ ജയം ആ വിഷയത്തിൽ നമുക്ക് മാതൃകയായി നിൽക്കുന്നത് കൊണ്ട് നാം ദൈവഹിതത്തിനായി സമർപ്പിക്കണം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശാവ് എന്ത് ചെയ്തു? പിതാവായി ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇസ്ഹാക്കിന് യേശാവിനെ അനുഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോ അവിടെ എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നതായ ഒരു വിലപ്പെട്ട കാര്യമുണ്ട്. നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 17. അവൻ പിന്നത്തെ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ചു. For you know how that afterward, when he would have inherited the blessing, he was rejected, for he found no place of repentance, though he sought it carefully with tears. വളരെ കണ്ണുനീരോടെ അവൻ അപേക്ഷിച്ചെങ്കിലും മാനസാന്തരത്തിന് ഇട കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്. എബ്രായ ലേഖന കർത്താവ് വളരെ മുന്നറിയിപ്പോടെ, വളരെ താക്കീതോടുകൂടെ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. പ്രൈസ്. ദൈവത്തിന്റെ ദയ നിലനിൽക്കുന്നതായ ഒരു സർട്ടൻ സ്റ്റേജ് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സ്റ്റേജ് വരെ ദൈവം നമ്മോട് ദയ കാണിക്കും. ആ ദയക്ക് നമ്മൾ പാത്രീഭൂതരാകുവാൻ ഇടയാകാതെ വന്നാൽ ദൈവത്തിന്റെ ദയ നമ്മിൽ നിന്ന് പിൻവലിക്കും. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ ദയ ഒരുവരിൽ നിന്ന് പിൻവലിച്ചാൽ ഒരിക്കലും അവന് മാനസാന്തരപ്പെടുവാൻ കഴിയുകയില്ല. റോമാലേഖനം അതാണ് പറയുന്നത്. ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് വഴിതെളിക്കുന്നു എന്ന് അറിഞ്ഞ് പ്രൈസ് ദി ലോർഡ് നാം അവന്റെ ദയക്കും ദീർഘക്ഷാന്തിക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് റോമാലേഖനത്തിൽ പൗലോസ് നമുക്ക് ഹല്ലേലൂയ പ്രബോധനം തരികയാണ്. സ്തോത്രം. നമുക്ക് മാനസാന്തരത്തിനുള്ളതായ അവസരം എങ്ങനെയാ വരുന്നത്? ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു കുറ്റം ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിൽ ചെയ്യരുതെന്ന് പറയുന്നതായ വിഷയങ്ങളിലേക്ക് നാം ഇടപെടുമ്പോ താവേ ഞാനത് ചെയ്തു പോയല്ലോ എന്ന് ഹൃദയത്തിൽ ഒരു മനസ്താപം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ ദൈവത്തിന്റെ ദയ നമ്മൾ കണക്കാക്കാതെ നാം മറുതലിച്ച് ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തുള്ളൂ, എല്ലാവരും ചെയ്യുന്നതാണിത് എന്ന് പറഞ്ഞ് സ്വയം നീതീകരണം കണ്ടുപിടിച്ച് നാം ആ അനുതാപത്തിലേക്ക് വരുവാൻ തയ്യാറായില്ല എങ്കിൽ ക്രമേണ ദൈവത്തിന്റെ ദയ നമ്മെ വിട്ട് ഹല്ലേലൂയ മാറിപ്പോകും. ആ ദയ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. അതാണ് ഏശാവിനെ കുറിച്ച് ഇവിടെ എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത്. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചു. Praise the Lord. Though he sought it carefully with tears. കണ്ണുനീരോടെ അപേക്ഷിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് യിരിക്കുകയാണ്. Praise the Lord. അപ്പോ ഇന്ന് നമുക്ക് മുമ്പോട്ട് കടന്നു പോയാൽ പ്രൈസ് ദി ലോർഡ്, ഇസഹാക്ക് എപ്രകാരമാണ് ഏശാവിനെയും യാക്കോബിനെയും ട്രീറ്റ് ചെയ്തത് എന്നും കൂടെ എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗവും കൂടി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 20-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 20. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ ഇസഹാക്കിന്റെ അനുഗ്രഹം എങ്ങനെയാണ് വന്നത്? വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ അനുഗ്രഹിച്ചതായ കാര്യം നാം കണ്ടു. ഏശാവിനെ അനുഗ്രഹിച്ചോ എന്ന് ചോദിച്ചാൽ എന്റെ പക്കൽ അനുഗ്രഹമൊന്നും ഇല്ല എന്ന് പറഞ്ഞതായ ഇസഹാക്ക് പ്രൈസ് ദി ലോർഡ് വിടുതൽ പ്രാപിക്കുവാനുള്ളതായ ഒരു മാർഗം അവന് പറഞ്ഞു കൊടുത്തു. എന്താണ്? യാക്കോബിന്റെ കെട്ട് നീ കുടഞ്ഞു കളയണം. പ്രൈസ് ദി ലോർഡ്. കെട്ടഴിക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? കെട്ടഴിക്കുവാൻ പിശാചിന്റെ കെട്ടുകളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആ മനുഷ്യപുത്രന്റെ വരവിൽ മനുഷ്യപുത്രനെ നീ സ്വീകരിച്ചാൽ നീ ലോകരക്ഷിതാവായിരിക്കുന്നതായ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ എന്താ സംഭവിക്കും? നിനക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുമെന്നുള്ളതായ ആ അനുഗ്രഹത്തിനുള്ളതായ മാർഗം ആര് പറഞ്ഞു കൊടുത്തു? ഇസഹാക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ നമുക്കറിയാം ഏശാവ് എന്താ ചെയ്തതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഏശാവ് ചെയ്തത് വളരെ ദോഷകരമായ കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Isaac acting on faith, Isaac sent Jacob to Laban. It is not immediately. Esau was very modest. Isaac acting on faith sent Jacob to Laban. It is not immediately. Praise the Lord. യാക്കോബിനെ എന്ത് ചെയ്തു? യാക്കോബിനെ ഇസഹാക്ക് തന്റെ പുതുദേശത്തേക്ക് അയക്കുവാനായിട്ടിടയായി. അവനറിയാം, ഇസഹാക്കിനറിയാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ യാക്കോബ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദൈവിക വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ പ്രവൃത്തി തടയപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തോട് മറുതലിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, കുടുംബത്തോട് മറുതലിക്കുന്ന
പിതാവിനോട് മറുതലിക്കുന്ന, ദൈവത്തിന്റെ ആലോചനയോട് മറുതലിക്കുന്നതായ ഒരു വ്യക്തി ഈ ദേശത്തുണ്ട്. ആ വ്യക്തി ഉള്ളിടത്തോളം ദൈവത്തിന്റെ പ്രവൃത്തി അത് പൂർത്തീകരിപ്പാൻ ഈ ദേശത്ത് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതായ ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് പദ്ദൻഅരാമിലേക്ക് അയക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? യാക്കോബിനോട് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം? ആ ദേശത്തെ പദ്ദൻഅരാമിലേക്ക് പോകണം. എന്നിട്ട് നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നിന്റെ കുടുംബം പണിയപ്പെടേണ്ടതിന് ഒരു കന്യകയെ നീ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്കിന് വേണ്ടി ആരെ അയച്ചു? എലിയാസറിനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്കിന് റിബേക്കയെ കൊണ്ടുവന്നു. ഇവിടെ യാക്കോബിന് പകരം അല്ലെങ്കിൽ യാക്കോബിന് വേണ്ടി അയക്കുവാൻ കഴിഞ്ഞില്ല. യാക്കോബിന് സാഹചര്യങ്ങൾ പ്രതികൂലമായി വന്നപ്പോ പിതാവ് ചെയ്തതുപോലെ തന്റെ തലമുറയ്ക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നതായി ഇസഹാക്ക് യാക്കോബിനെ തന്നെ വിളിച്ച് അവനെ അയക്കുകയാണ് ദേശത്തേക്ക്, അവന്റെ പ്രദേശത്തേക്ക് അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവനോട് പറഞ്ഞത്, ഏശാവ് നിന്നെ കൊല്ലുവാൻ നോക്കുകയാണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഓടിപ്പോകണം. ഏശാവ് ആൾറെഡി മനസ്സിൽ നിർണയിച്ചു കഴിഞ്ഞു. എന്താ നിർണയിച്ചെന്നറിയാമോ? നാം വാക്യം വായിക്കും, ഇങ്ങനെയാണ് കാണുന്നത്. പിതാവിന്റെ വേർപാട് കാലം നടത്തിയിരിക്കുകയാണ്. പിതാവ് വേർപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിതാവിന്റെ ആ കാലം കഴിഞ്ഞാൽ ഞാൻ യാക്കോബിനോട് ഇതിന്റെ പ്രതികാരം ചോദിക്കുമെന്നുള്ളതായ തീരുമാനം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായത് ഇസഹാക്ക് അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക് അറിഞ്ഞപ്പോൾ ഭാവി കാലം സംബന്ധിച്ച് ഭയപ്പെട്ടു പോയതായി ഇസഹാക്ക് യാക്കോബിനെ പിതൃദേശത്തേക്ക് അയക്കുവാനായിട്ടിടയായി. പിതൃദേശത്തേക്ക് പോകുന്നതായ യാക്കോബിനെയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. 28-ാം അധ്യായത്തിലെ ഇതിവൃത്തം നമുക്കറിയാം. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക് വേണ്ടി യാക്കോബിനെ ഒരുക്കുവാനുള്ളതായ ദൈവത്തിന്റെ ആലോചന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുവരെ യാക്കോബിനോട് യഹോവയായ ദൈവം നേരിട്ട് ഇടപെട്ടിരുന്നില്ല. യാക്കോബും ദൈവവുമായിട്ടുള്ളതായ ഫസ്റ്റ് എൻകൗണ്ടർ ആണ് നമുക്ക് ആ 28-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. 28-ാം അധ്യായത്തിലെ കാര്യം എന്താണ്? പിതാവിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഓടിപ്പോകുന്നതായ യാക്കോബിനെ നമുക്ക് കാണാം. അടുത്തൊന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്കിന്റെ സ്ഥലമായ ആ ബെർശേബയിൽ നിന്ന് യാക്കോബ് പോകുന്നത് ലാബാന്റെ ഭവനത്തിലേക്കാണ്. ലാബാന്റെ ഭവനം എന്ന് പറയുന്നത് പദ്ദൻഅരാമാണ്. ബെർശേബയിൽ നിന്ന് പദ്ദൻഅരാമിലേക്കുള്ളതായ ദൂരം എന്ന് പറയുന്നത് 400 മൈലാണ്. 400 മൈൽ ദൂരമുള്ളതായ 400 മൈൽ അകലമുള്ളതായ പദ്ദൻഅരാമിലേക്ക് ആരോടുകയാ? യാക്കോബ് ഓടുകയാ. പ്രൈസ് ദി ലോർഡ്. വഴിയിൽ വെച്ച് ലൂസ് എന്നതായ പട്ടണത്തിൽ വെച്ച് എന്ത് സംഭവിച്ചു? സൂര്യൻ അസ്തമിച്ചു. യാക്കോബ് ഏകനായി അവിടെ ശേഷിക്കുകയാണ്. യാക്കോബ് ആ രാത്രിയിൽ എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഒരു കല്ല് തലയിണയായി വെച്ചുകൊണ്ട് അവൻ ഉറങ്ങുവാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കല്ല് എന്തിനെയാണ് കാണിക്കുന്നത് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഇനി നേരിടുവാനുള്ളതായ തന്റെ ഭാവി വിഷയങ്ങളുടെ കഠിനതയ്ക്ക് ഒരു ഉദാഹരണമാണ് കല്ല്. പ്രൈസ് ദി ലോർഡ്. ആ തല എവിടെയല്ല വിശ്രമിക്കുന്നത്? മൃദുലമായ ഒരു സ്ഥലത്തല്ല വിശ്രമിക്കുന്നത്. വളരെ ഹാർഡായിരിക്കുന്ന, വളരെ കഠിനമായിരിക്കുന്ന, ഒട്ടും മൃദുത്വമല്ലാത്തതായ ഒരു സർഫസ് അവന്റെ തലയ്ക്ക് അവൻ എടുത്തു വെക്കുകയാണ്. സ്തോത്രം. അവന് ഇനി വരുവാനുള്ളതായ കാലത്ത് അവൻ അനുഭവിക്കുവാനിരിക്കുന്നതായ കാഠിന്യങ്ങളുടെ ഒരു നിഴൽ മാത്രമാണ് ആ കല്ലെന്ന് പറയുന്നത്. ആ കല്ലിൽ തല വെച്ച് യാക്കോബ് ഉറങ്ങുമ്പോ യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ എന്താണ് അവൻ കാണുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു
ഒരു ഗോവണി അവൻ കിടക്കുന്നതായ ഇടത്തുനിന്ന് സ്വർഗത്തോളം എത്തുന്നതായ ഒരു ഗോവണി. ആ ഗോവണിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കാഴ്ച അവൻ കാണുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ യാത്രയിൽ അവൻ അറിഞ്ഞിരുന്നില്ല ദൈവം ആ സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. He did not know God brought him to such a difficult situation and God is present over there. ദൈവമാണ് ആ പ്രയാസകരമായ സിറ്റുവേഷനിലേക്ക് യാക്കോബിനെ കൊണ്ടുവന്നത് എന്ന് യാക്കോബ് മനസ്സിലാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദൈവം ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യവും യാക്കോബ് മനസ്സിലാക്കിയില്ല. ഒരു കാര്യം, ഒരു സ്പിരിച്വൽ ദൂത് അവിടെ പറഞ്ഞ് പോകുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. യാക്കോബ് തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് വളരെ അകലെയാണ്. താൻ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ ദൈവം അറിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് യാക്കോബിന് അറിയില്ലായിരുന്നു. പക്ഷേ ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് ആ വിഷയങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, യാക്കോബ് പോകുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം അത് ഉറപ്പിച്ച് അവന് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലായിരിക്കുന്നതായ നമ്മിൽ കൂടെ ദൈവത്തിനൊരു പദ്ധതി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നാം ഏത് പ്രതിസന്ധിയിൽ കൂടെ, പ്രയാസമേറിയതായ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അത് ദൈവത്താൽ നിയോഗിതമായിരിക്കുമെന്ന് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. നാം ദൈവിക പ്രവൃത്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എങ്കിൽ, നാം ദൈവിക ആലോചനയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എങ്കിൽ, നാം ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയും ദൈവം അറിഞ്ഞിട്ട് മാത്രമാണ് എന്നുള്ള കാര്യം ഒരു ദൈവ പൈതൽ ഉറപ്പോടെ കരുതേണ്ടതാണ്. മാത്രമല്ല, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു സ്വർഗ സാന്നിധ്യമുണ്ട് എന്ന് യാക്കോബിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ആദ്യത്തെ വിശ്രമ സ്ഥലമാണത്. 400 മൈൽ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടൊന്ന് യാത്ര ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ പോലെ കാറോ വള്ളമോ അല്ലെങ്കിൽ വണ്ടിയോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഒന്നെങ്കിൽ കുതിരപ്പുറം അല്ലെങ്കിൽ വാഹന മൃഗങ്ങളുടെ പുറത്ത് മാത്രമേ കയറി പോകാനായിട്ട് പറ്റുകയുള്ളൂ. യാക്കോബ് എങ്ങനാ പോകുന്നത്? യാക്കോബ് കയ്യിലൊരു വടി മാത്രമേ ഉള്ളൂ. പ്രൈസ്. ഒരു ആട്ടിൻകുട്ടി പോലും അവന്റെ കൂടെ ഇല്ല. സ്തോത്രം. അവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു വാഹന മൃഗമില്ല. അങ്ങനെയെങ്കിൽ സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് ഒരു ദിവസം യാത്ര ചെയ്യുവാൻ, കാൽനടയായി യാത്ര ചെയ്യുവാൻ കഴിയുന്നതായ ദൂരം എന്ന് പറയുന്നത് ആവറേജ് ദൂരം 20 മൈലാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ 400 മൈൽ യാത്ര ചെയ്യുവാൻ താൻ എത്ര ദിവസം എടുത്തു കാണും? പ്രൈസ് ദി ലോർഡ്. ആ ദിവസങ്ങളിലെ യാത്രയിലെല്ലാം ഏകനായി താൻ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സുരക്ഷിതനായി അവൻ എത്തേണ്ട ഇടത്ത് എത്തുവാനും, കാണേണ്ടതിനെ കാണുവാനും, എടുക്കേണ്ടതിനെ എടുക്കുവാനും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവനും അവന്റെ കുടുംബവും ഒരുക്കപ്പെടുവാനും ഇടയായിട്ട് തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മനസ്സിലാക്കണം. രണ്ടാമത്, ആ ദേശത്ത് എന്തുകൊണ്ടാണ് യാക്കോബിനെ ആ ദേശത്ത് കൂടെ നയിച്ചത് അല്ലെങ്കിൽ ലൂസിൽ കൂടെ നയിച്ചതെന്ന് ചോദിച്ചാൽ, തന്റെ മുത്തപ്പനായ അല്ലെങ്കിൽ മുത്തച്ഛനായ അബ്രഹാം മെസൊപ്പൊത്താമിയയിൽ നിന്ന് കനാനിലേക്ക് വന്ന വഴിയാണത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കനാനിലേക്ക് വന്ന വഴി കൂടെയാണ് ഇപ്പോൾ ആര് തിരിച്ചു പോകുന്നത്? തന്റെ പൗത്രനായ യാക്കോബ് തിരിച്ചു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് യഹോവയായ ദൈവം നേരിട്ട് നൽകിയതായ പല അനുഭവങ്ങളും യാക്കോബിന്റെ ജീവിതത്തിൽ അവനത് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നു കാണും ഒരുപക്ഷെ ഈ യാത്രയിൽ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് പിതാക്കന്മാരുടെ വഴി മറന്നു പോകരുത് എന്ന് പറയുവാൻ കാരണം? പിതാക്കന്മാർ, നമ്മുടെ വിശ്വാസത്തിൽ നിലനിന്നതായ പിതാക്കന്മാർ, പ്രൈസ് ദി ലോർഡ്, അവർ നമുക്ക് കാണിച്ചു തന്നതായ വഴിയെ കൂടെ
യാത്ര ചെയ്യണമെന്ന് പറയുവാൻ കാരണം ആ യാത്രാവേളയിൽ പലപ്പോഴും അവർ ദൈവവുമായി മുഖാമുഖം കണ്ടതും ദൈവം അവരെ പ്രയാസത്തിൽ നിന്ന് വിടുവിച്ചതും ദൈവം അവരോട് കൂടെ ഇരുന്നതും ദൈവം അവരെ സഹായിച്ചതുമായ അനുഭവങ്ങൾ നമുക്കത് പ്രയോജനം ചെയ്യും. വരും തലമുറയ്ക്ക് അത് പ്രയോജനം ചെയ്യും. നാം എന്തുകൊണ്ടാണ് നാം നടന്നതായ വഴിയിൽ കൂടെ നമ്മുടെ തലമുറകളെ കൊണ്ടുപോകണമെന്ന് പറയുവാൻ കാരണം, പ്രൈസ് ദി ലോർഡ്, നമ്മോട് ദൈവം ഇടപെട്ടതും നമ്മെ ദൈവം സഹായിച്ചതും നമ്മെ ദൈവം പരീക്ഷിച്ചതും വീണുപോകുവാൻ സാധ്യതയുള്ളതായ ഇടത്ത് വീണുപോകാതെ നമ്മെ താങ്ങിയതുമായ വിഷയങ്ങളെ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുത്ത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടത് പിതാക്കന്മാരുടെ കടമയാണ്. അതുകൊണ്ട് നാം നടന്നു പോകുന്നതായ വിശ്വാസത്തിന്റെ പാതയിൽ കൂടെ നമ്മുടെ തലമുറകളെ നടത്തേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് നാം വിശ്വാസത്തിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ പിതാക്കന്മാർ നടന്നു പോയതായ പാത അവർ വിശാലമായി നമുക്ക് വേണ്ടി തുറന്നു തന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. That was the route of his father came to Canaan. That symbolic of parental hardships on their way. Praise the Lord. അപ്പൊ പിതാക്കന്മാർ അനുഭവിച്ചതായ ആ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതായ ഒരു ദൈവ പൈതലിന് ദൈവവുമായിട്ടുള്ളതായ എൻകൗണ്ടേഴ്സ് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ളതായ ബന്ധം ഉറപ്പിക്കുവാനായിട്ട് കഴിയും. കേട്ടുകേൾവിയല്ല വിശ്വാസ ജീവിതം, വായിച്ചറിവല്ല വിശ്വാസ ജീവിതം, സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉറപ്പ് പ്രാപിക്കുകയാണ് വിശ്വാസ ജീവിതം. അത് വാഗ്ദത്തങ്ങളിലും മാത്രമല്ല കഷ്ടതകളിലും ഉറക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നാം തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 28-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവായ ദൈവം യാക്കോബിനോട് ഇടപെടുന്നതായ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് യഹോവയായ ദൈവം യാക്കോബിന് തന്റെ നിയമം സ്ഥാപിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് യാക്കോബിന് നിയമം സ്ഥാപിച്ചു കൊടുക്കുന്നത്? അബ്രഹാമിൽ കൂടെ ആരംഭിച്ചതായ മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി, ഇസഹാക്കിൽ കൂടെ തുടർന്നു വന്നതായ പദ്ധതി, അത് തുടർന്നു കൊണ്ടുപോകുവാൻ യാക്കോബെ, ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തത്, യേശാവിനെ ഞാൻ തള്ളിയിരിക്കുന്നു, ഞാൻ തിരഞ്ഞെടുത്തത് നിന്നെയാണ്. അതുകൊണ്ട് നീ പിതാക്കന്മാരുടെ വിശ്വാസത്തിലും ദൈവത്തിന്റെ പദ്ധതിയിലും നീ ഉറക്കേണ്ടവനാണ് എന്ന് യഹോവയായ ദൈവം യാക്കോബിന് നേരിട്ട് കൊടുക്കുകയാണ്. അപ്പൊ യാക്കോബിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ സന്ദർഭമാണ് അല്ലെങ്കിൽ വിധങ്ങളാണ് 28-ാം അധ്യായം മുതൽ നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കുന്നതായ ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, പിന്നത്തേതിൽ ദൈവവുമായിട്ടുള്ളതായ ആശ്രയം വർദ്ധിപ്പിക്കുവാനായിട്ടിടയാണ്. തുടർന്നുള്ളതായ യാക്കോബിന്റെ ജീവിതം നാം ചിന്തിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവൻ ഒരിക്കലും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനും ആ ആലോചനയ്ക്ക് കീഴ്പ്പെടുവാനും യാക്കോബ് കാണിച്ചതായ ആ സമർപ്പണവും അബ്രഹാമിൽ നിന്നും ഇസഹാക്കിൽ നിന്നും ലഭിച്ചതായ വിശ്വാസവുമാണ് യാക്കോബിനെ എന്ത് ചെയ്തത്? ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ താൻ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടറായിട്ട് മാറുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ പിതാവായി യാക്കോബിനെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരുന്നതായ സന്ദർഭങ്ങളാണ് നമുക്ക് തുടർന്ന് വായിപ്പാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ളതായ ഭാഗം നമുക്ക് യാക്കോബിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ ഓരോന്നോരോന്നായി കടന്നു വന്നത് എന്ന് നമുക്ക് തുടർന്നുള്ളതായ ഭാഗങ്ങൾ ചിന്തിക്കാം. തൽക്കാലം ഞാൻ എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ പദ്ധതിയും കാലാകാലങ്ങളിലായി നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും കടന്നു വരുമ്പോൾ അത് മനസ്സിലാക്കി ദൈവഹിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് ദൈവ വഴിയിൽ കൂടെ മുന്നോട്ട് പോകുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ പ്രിയ
ബേബി പ്രാർത്ഥിച്ച് ഇന്നത്തെ യോഗം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. സ്തോത്രം 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 കരുണ സാഹചര്യം നമുക്കെല്ലാം സാഹചര്യം ബലപ്പെടുത്തുന്ന പ്രാഥമിക ബലപ്പെടുത്തിട്ട് സ്തോത്രം ചെയ്യുന്ന അതായത് സംസാരിക്കുന്ന